ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ 10 കൽപ്പനയിൽ ആദ്യത്തെ കൽപ്പന, ഒന്നാമത്തെ കൽപ്പനയെ പറ്റിയാണല്ലോ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അതിൻ്റെ ഗൗരവം വളരെ കാര്യമായി ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. നമുക്ക് അതിൻ്റെ രണ്ടാമത്തെ കൽപ്പനയിലേക്ക് കടക്കാം. അതിൽ ദൈവം പറയുന്ന ശ്രദ്ധേയമായ കാര്യങ്ങൾ നമുക്ക് തിരുവചന വെളിച്ചത്തിൽ അല്പമായിട്ട് ചിന്തിക്കാൻ കർത്താവ് ശരണപ്പെടുകയാണ്. നമുക്കറിയാവുന്നതുപോലെ 20-ാം അധ്യായത്തിൻ്റെ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് രണ്ടാമത്തെ കൽപ്പനയുടെ വിശദീകരണമായിട്ട് തിരുവചനത്തിൽ നാം കാണുന്നത്. ഒരു വിഗ്രഹമുണ്ടാക്കരുത്. മീതെ സ്വർഗത്തിൽ എങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെ പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പഴിക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. ഞാൻ ആദ്യം പറഞ്ഞതിൽ ചെറിയ രസം പറ്റി. അതായത് 4 മുതൽ 6 വരെയാണ് ഈ രണ്ടാമത്തെ കൽപ്പന. അപ്പോൾ ഈ 4 മുതൽ ഈ 4, 5, 6, 7 4, 5, 6 3 വാക്യങ്ങൾ, അതിലൊരു വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് ദൈവം നേരിട്ട് ശക്തമായി പറഞ്ഞിരിക്കുന്ന ഭാഗമാണല്ലോ നമ്മൾ ശ്രദ്ധിച്ചു കേട്ടത്. അത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ പ്രതിമ ഉണ്ടാക്കിയാൽ തീഷ്ണതയുള്ള ദൈവമായതുകൊണ്ട് ദൈവത്തെ പഴിക്കുന്നവരുടെ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുമെന്ന് ദൈവം നേരിട്ട് അഗ്നിയിൽ ഇറങ്ങി വന്ന് സംസാരിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. ഈ തിരുവചന ഭാഗം വേണ്ട ഗൗരവത്തിൽ ദൈവജനം കാണുന്നില്ല എന്ന് പല നിലവാരത്തിലേക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തിരുവചന ഭാഗത്തിൽ പലയിടത്തായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സത്യം, ഈ ഗൗരവമേറിയ ദൈവത്തിൻ്റെ തീഷ്ണത, അതായത് പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്ക് 3-ഉം 4-ഉം തലമുറ വരെ സന്ദർശിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ ശക്തമായ താക്കീത് പഴയ നിയമത്തിൽ പലയിടത്തും ആവർത്തിക്കുന്നതായി കാണാം. വളരെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ്. അത് ഗൗരവമേറിയ വിഷയമായതുകൊണ്ട് ആ വിഷയം തന്നെ നമുക്ക് മറ്റൊരു അവസരത്തിൽ ചിന്തിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അതിലേക്ക് ഈ പ്രാവശ്യം കടന്നു പോകുന്നില്ല. അപ്പോൾ വിഗ്രഹമുണ്ടാക്കരുത് എന്ന ഗൗരവമേറിയ ചിന്ത, അത് നമുക്ക് അതിൻ്റെ ഗൗരവത്തോടെ കാണാൻ ദൈവമക്കളെ സാധിക്കട്ടെ. ആ അധ്യായത്തിൻ്റെ തന്നെ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവം തുടർന്ന് ബാക്കി വിശദീകരണങ്ങളൊന്നും പറയുന്നില്ല. എന്നാൽ ഈ വിഷയത്തിൽ എൻ്റെ സന്നിധിയിൽ വെള്ളി കൊണ്ടുള്ള ദേവന്മാരെയോ പൊന്നുകൊണ്ടുള്ള ദേവന്മാരെയോ നിങ്ങൾ ഉണ്ടാക്കരുത്. വീണ്ടും ആ വിഗ്രഹത്തെ പറ്റിയൊരു പരാമർശനം അതേ അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിലും ഇത് അതുപോലെ ആവർത്തിക്കുന്നുണ്ട്. ഈ പല സ്ഥലങ്ങളിലായിട്ട് വിഗ്രഹമുണ്ടാക്കരുത് എന്ന് ദൈവം ആവർത്തിച്ച് പറയുന്ന ദൈവത്തിൻ്റെ കൽപ്പന നമുക്ക് കാണാൻ കഴിയും. ചിലരൊക്കെ പറയും നമ്മൾ വിഗ്രഹം ഉണ്ടാക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മറ്റു ചില വിഗ്രഹങ്ങൾ കൂടി നമുക്കുണ്ടാകുന്നുണ്ട് എന്ന് സംശയമുണ്ട്. നമുക്കറിയാമല്ലോ, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിൽ ചില വിഷയങ്ങളിൽ തർക്കമുണ്ടായപ്പോൾ അവരൊരു സൂനഹ ദിവസം കൂടി അപ്പോസ്തലന്മാരും മുപ്പന്മാരും സഭാപിതാക്കളും കൂടിയിട്ട് ഒരു ചർച്ച നടത്തി 4 കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞതിലൊന്ന് വിഗ്രഹമാണ്. വിഗ്രഹമാലിന്യം പാടില്ല എന്ന് അവർ തീരുമാനിച്ചു. രക്തം, ശ്വാസം മുട്ടിച്ചത്, പരസംഗം, ഇങ്ങനെ 4 കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് ആ യോഗത്തിൽ തീരുമാനിച്ചതായി അപ്പോസ്തലപ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഗൗരവം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. നമ്മളാരും വിഗ്രഹമുണ്ടാക്കുന്നില്ല എന്നത് ശരിയായിരിക്കാം. എങ്കിലും ചില ക്രൈസ്തവ സമൂഹങ്ങളിൽ വിഗ്രഹങ്ങളും പ്രതിമകളൊക്കെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം. അതിനെപ്പറ്റി ഗൗരവമായി അതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം പിൽക്കാലം വിടുകയാണ്. നമ്മുടെ അടുത്ത കൽപ്പന, അതായത് 3-ാമത്തെ കൽപ്പന, ദൈവബന്ധത്തിലുള്ള 3-ാമത്തെ കൽപ്പന, അതിൻ്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. തൻ്റെ നാമം വൃഥാ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല.
ഗൗരവമേറിയ കമാൻഡൊന്ന് നോക്കിയേ. ദൈവത്തിൻ്റെ തിരുനാമത്തിൽ ദൈവമാണ് സത്യം എന്നൊക്കെ പറഞ്ഞ്, യഹോവയാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്ന അബദ്ധങ്ങൾ ദൈവമക്കൾക്കുണ്ടാകരുത്. അത് അങ്ങനെ പറയുന്നതിന് ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല എന്ന് പറയുക. എങ്കിലും ഈ മൂന്നാമത്തെ കൽപ്പന പൊതുവിൽ ദൈവജനത്തിൻ്റെ ഇടയിൽ കുറവാണ്, വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. അതത്ര കണ്ട് ആശ്വാസകരമാണ്. നമുക്ക് അടുത്തതായിട്ട് നമ്മൾ നാലാമത്തെ കൽപ്പനയിലേക്ക് വരാം. നാലാമത്തെ കൽപ്പന അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ തുടങ്ങുകയാണ്. 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ അതിങ്ങനെയാണല്ലോ വായിക്കുന്നത്. ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കാം. 6 ദിവസം അധ്വാനിച്ച് നിൻ്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിൻ്റെ ദൈവമായ യഹോവയുടെ ശബത്ത് ആകുന്നു. അന്ന് നീയും നിൻ്റെ പുത്രനും പുത്രിയും നിൻ്റെ വേലക്കാരത്തിയും നിൻ്റെ കന്നുകാലികളും നിൻ്റെ പടിവാതിൽക്കകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അതിലൊക്കെയും ഉണ്ടാക്കി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. ഞാൻ ഈ തിരുവചനം പഠിച്ചപ്പോൾ ശബത്തിനെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നിടത്തോളം ഗൗരവമേറിയ ഒരു ആവർത്തിച്ച് പറഞ്ഞിട്ടൊരു കമാൻഡ് ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. വിഗ്രഹം ഉണ്ടാക്കരുത് എന്നതും ദൈവം ആവർത്തിച്ച് പറയുന്ന കമാൻഡുകൾ. ഈ 2 കമാൻഡ്, വിഗ്രഹം ഉണ്ടാക്കരുത്, ശബത്ത് ആചരിക്കണം, ഈ 2 കാര്യങ്ങൾ പലവട്ടം പഴയ ദിനത്തിൽ ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വളരെ ഗൗരവമേറിയ ഒരു കൽപ്പനയാണിത്. അപ്പോൾ ശബത്ത് എന്നാണ് എന്ന ചോദ്യം വരാം. എൻ്റെ അറിവിൽ യഹൂദന്മാർ ശനിയാഴ്ചയാണ് ശബത്ത് ആചരിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ ശനിയാഴ്ച വൈകിട്ട് 6 മണി വരെയാണ് അവർ ശബത്ത് ആചരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. അത് കൃത്യമായിട്ട് എനിക്കറിയില്ല, ഞാൻ കേട്ടുള്ളൊരറിവാണ്. അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയത്തില്ല. എങ്കിലും യഹൂദന്മാരാചരിക്കുന്ന ശബത്ത് എന്ന് പറയുന്നത് ശനിയാഴ്ച, പൊതുവിൽ നമുക്കങ്ങനെ പറയാം. ക്രൈസ്തവരുടെ ഇടയിൽ പൊതുവിൽ പറയുന്നത് ഞായറാഴ്ചയാണ്. പക്ഷേ ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പന നോക്കുമ്പോൾ അത് വളരെ ഗൗരവമേറിയ ചിന്തയാണ്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 2ഉം 3ഉം വാക്യങ്ങൾ വായിക്കാം. അതിനകത്ത് ദൈവം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു. നമ്മളിവിടെ 7-ാം ദിവസം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, ഇന്ന ദിവസം എന്ന് പറഞ്ഞിട്ടില്ല, അല്ലേ? അതുപോലെ നമ്മളിപ്പോൾ വായിച്ച കൽപ്പനയുടെ ആ ഭാഗത്തും അവിടെ നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അവിടെ അതിൻ്റെ 6 ദിവസം അധ്വാനിക്കുന്നതിൻ്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിൻ്റെ ദൈവമായ യഹോവയുടെ ശബത്താകും. അന്ന് വേലയൊന്നും ചെയ്യുന്നത്. അപ്പോൾ ഏത് ദിവസം എന്നുള്ളതല്ല, ശനിയാണോ ഞായറാണോ വെള്ളിയാഴ്ചയാണോ എന്നുള്ളത് വിഷയമല്ല. നമുക്കറിയാം, മുസ്ലിം രാജ്യങ്ങളിലൊക്കെ പൊതു അവധി വെള്ളിയാഴ്ചയാണ്. ശനിയാഴ്ച ജോലിക്ക് പോകേണ്ടി വരും. അവിടെ ശനിയാഴ്ച ശബത്ത് ആചരിക്കാൻ പറ്റുകയല്ലോ, ഞായറാഴ്ചയും പറ്റത്തില്ല. അപ്പോൾ ഏത് ദിവസം എന്നുള്ളതിനേക്കാൾ 6 ദിവസം നമ്മൾ ജോലി ചെയ്യുക, 7-ാം ദിവസം സ്വസ്ഥമായിരുന്ന് ശരീരത്തിനും മനസ്സിനും വിശ്രമം കൊടുത്ത് കൂടുതൽ സമയവും ദൈവവിഷയത്തിൽ സമയം ചെലവഴിക്കുക എന്നതായിരിക്കുന്നു നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ദൈവം അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ ദൈവം ഇന്ന ദിവസം വേണമെന്ന് പറയുമായിരുന്നു, അങ്ങനെ പറഞ്ഞിട്ടില്ല. 6 ദിവസം അധ്വാനിച്ചതിൻ്റെ വേലയൊക്കെയും ചെയ്യുക, 7-ാം ദിവസം വിശ്രമിക്കേണ്ടതാകും. ഇങ്ങനെയാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. അതിന് അമേരിക്കയിൽ ശനിയാഴ്ചയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ അന്ന് ഞായറാഴ്ചയായിരിക്കും. നമുക്കറിയാം, ഒരു ദിവസം ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു യൂണിവേഴ്സൽ ഡേ ഇന്ന ദിവസം എന്ന് പറയാൻ ബുദ്ധിമുട്ട് വരും. അതുപോലെ ഡോക്ടേഴ്സും നേഴ്സസൊക്കെ അത്യാവശ്യ എമർജൻസി ജോലി ചെയ്യുമ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച ജോലിയിൽ നിവൃത്തനായി ഈ ശബത്താചരണം നടത്താൻ പറ്റുകയില്ലല്ലോ. ഏത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 6 ദിവസം അധ്വാനിച്ചിട്ട് 7-ാം ദിവസം ഹോളിഡേ കിട്ടുമ്പോൾ അന്ന് വിശ്രമത്തിനായിട്ടും
ദൈവവചന പഠനത്തിനായിട്ടും പ്രാർത്ഥനയ്ക്കായിട്ടും ആരാധനയ്ക്കായിട്ടും ഒക്കെ സമയം വേർതിരിക്കുക. അത് ഒറ്റയ്ക്കായാലും മതി. സഭായോഗങ്ങളിൽ വന്ന് സംബന്ധിച്ച് പറ്റൂ എന്ന് അങ്ങനെ ശാഠ്യമൊന്നും കാണിക്കേണ്ട കാര്യമില്ല. അങ്ങനെ സൗകര്യമുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. സൗകര്യമില്ലാത്തവർ ഒറ്റപ്പെട്ട അനുഭവങ്ങളിൽ വരുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് തിരുവചനം വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക. ഒരു ജോലിയും ചെയ്യാതിരിക്കുക. കഴിയുമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഈ ഞായറാഴ്ച തലമുടി പോലും വെട്ടാൻ പോവുകയില്ല, ബാർബർ ഷോപ്പിൽ പോകത്തില്ല. നമുക്ക് ശനിയാഴ്ച പണി ചെയ്യാം, അല്ലെങ്കിൽ തിങ്കളാഴ്ച ചെയ്യാമല്ലോ. ഒരു ദിവസം മാറി ഒരു ദിവസം കൂടി മുന്നോട്ടോ പുറകോട്ടോ പോയി ഇതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അതുപോലെ അന്ന് തുണി ഇറക്കൽ കഴിയുന്നിടത്തോളം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ സാധ്യമായ പണികളും ഒഴിവാക്കുക. ഇപ്പോൾ ഒരു മരണ ശുശ്രൂഷയിൽ നമുക്ക് സംബന്ധിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അത് അനിവാര്യമായ സിറ്റുവേഷൻ ആയതുകൊണ്ട് അതിൽ സംബന്ധിക്കുന്നത് തെറ്റില്ല. ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നാൽ അത് ഞായറാഴ്ചയോ അല്ലെങ്കിൽ 7 ദിവസം നമ്മൾ ശബത്ത് ആചരിക്കുന്ന ദിവസം സംഭവിച്ചാൽ അതിലും തെറ്റില്ല, അത് പോകുന്നതിൽ തെറ്റില്ല. കർത്താവ് അതിന് ഒത്തിരി ശബത്തിനെ പറ്റിയുള്ള വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ. എൻ്റെ മകനോ ആളെയോ കുഴിയിൽ ചാടിയാൽ ശബത്താണെന്ന് ഇറങ്ങിയിരിക്കില്ലല്ലോ, അതിനെ കയറ്റുമല്ലോ എന്ന് പറയുന്ന ഭാഗം നമുക്കറിയാമല്ലോ. ശിഷ്യന്മാരെ വയലിൽ കൂടി കടന്നു പോകുമ്പോൾ കതിര് പറിച്ചു നിന്നത് കണ്ട് വിമർശകർ അതിനെ ചോദ്യം ചെയ്തപ്പോൾ കർത്താവ് ഇതിന് മറുപടി പറഞ്ഞ ഭാഗവും നമുക്കറിയാമല്ലോ. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഭാഗത്തൊക്കെയും വളരെ കൃത്യമായിട്ട് തന്നെ ഒരു കാര്യം പഠിപ്പിക്കുന്നത്, ശബത്ത് എന്നുള്ളത് 6 ദിവസം അധ്വാനിച്ചിട്ട് 7-ാം ദിവസം പൂർണ്ണ വിശ്രമമെടുത്ത് ദൈവവിഷയമായി സമയം ചെലവഴിക്കണമെന്ന് തന്നെയാണ് തിരുവചനം നമ്മെ അനുശാസിക്കുന്നത്. ദൈവം ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. ദൈവം ഉൽപ്പത്തിയിൽ പോലും നമുക്കതിന് മാതൃക കാണിച്ച് നമ്മെ ഉപദേശിച്ചിരിക്കുകയാണ്. 6 ദിവസം കൊണ്ട് സൃഷ്ടിപ്പ് എടുത്ത് 7-ാം ദിവസം ദൈവം സകല പ്രവൃത്തിയിൽ നിന്ന് നിവർത്തനായതുകൊണ്ട് വിശ്രമിച്ച ആ വിശ്രമ ദിവസം പോലെ തൻ്റെ ജനവും അങ്ങനെ ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ശബത്തിൻ്റെ ഗൗരവം വളരെ പ്രാധാന്യത്തോടെ കണ്ട് 6 ദിവസം അധ്വാനിച്ച് 7-ാം ദിവസം വിശ്രമിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പന വളരെ ഗൗരവമായി കാണണമേ എന്ന് വിനയത്തോടെ അപേക്ഷിക്കുകയാണ്. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ദിവസം ഏതെന്നുള്ളതല്ല, അത് വളരെ ഗൗരവമായി കാണണം. ഈ തിരുവചനത്തിൽ എൻ്റെ പഠനത്തിലും അന്വേഷണത്തിലും ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് ഈ ശബത്താചരണം. ഞാൻ ഒരിക്കൽ കൂടി അതിൻ്റെ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് എടുത്തു പറയുന്നത് കേട്ടോ. ചില വേദപണ്ഡിതന്മാർ പറയും പുതിയ സഭയ്ക്ക് ശബത്ത് ബാധകമല്ല, നമുക്കത് വേണ്ട എന്ന് പറയുന്ന വലിയ പണ്ഡിതന്മാരുണ്ട്. അവരെ ഓർത്ത് സഹതപിക്കാനല്ലാതെ എന്ന് പറയാൻ. ദൈവത്തിൻ്റെ കൽപ്പന മാറ്റാൻ അവർക്കെന്ത് അധികാരമെന്ന് എനിക്കറിയില്ല. അതെവിടെയാണ് മാറ്റിയതെന്ന് പറഞ്ഞേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി തിരുവചനത്തിൽ ഒരു തെളിവ് മാത്രം പറഞ്ഞ് ഞാൻ ആ വിഷയം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്ക് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 24-ാം അധ്യായത്തിലേക്ക് വന്നാൽ 24-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ അതിൽ നമുക്കൊരു കാര്യം കാണാം. 24-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, അതിൽ അതിൻ്റെ ഒരു വാക്ക് കൂടി കൂട്ടി വായിക്കാം. 18 മുതൽ വായിക്കാം. 18 മുതൽ കേട്ടോ. വയലിലുള്ളവർ വസ്ത്രമെടുപ്പാൻ മടങ്ങിപ്പോകരുത്. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ ഈ വാക്യം ഇത് ഉണ്ട് കേട്ടോ. 20-ാം വാക്യം പ്രത്യേകം ശ്രദ്ധിക്കും. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ. ഇവിടെ യേശു കർത്താവാണ് ഈ വാക്യം പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കൂ. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ. ശബത്ത് നിന്ന് പോയെങ്കിൽ പിന്നെ ശബത്ത് ദിവസം ഓടിപ്പോകുന്നതിന് എന്താ കുഴപ്പമിരിക്കണേ? ഇത് യേശു കർത്താവ് രണ്ടാമത് മടങ്ങി വരുന്ന വിഷയത്തോടുള്ള ബന്ധത്തിലുള്ള കാലഘട്ടത്തെ പറ്റിയുള്ള സൂചനയാണ്. അല്ലെങ്കിൽ യഹൂദന്മാരെ പീഡിപ്പിക്കാൻ ശത്രു കടന്നു വരുമ്പോൾ അവരെ പീഡിപ്പിക്കുന്നവർ ഓടിപ്പോകുന്നൊരു അനുഭവം ഉണ്ടാകും. യേശു കർത്താവിൻ്റെ വരവിന് തൊട്ട് മുൻപ് നടക്കുന്നൊരു സംഭവമായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ആ കാലത്ത് ഇതിങ്ങനെ ശീതകാലത്തോ ശബത്ത് നാളിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പിനെന്ന് യേശു പറയുമ്പോൾ ശബത്ത് നാളിൽ
അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയല്ലേ കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നത്. അത് ശബത്ത് നാൾ ആകരുതേ എന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പോൾ ശബത്താചരണം ആവശ്യമാണെന്ന് കർത്താവ് കൃത്യമായിട്ട് ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയല്ലേ. ഇത്തരം സത്യങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ തിരുവചനത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് മാനുഷിക ബുദ്ധിയിലും യുക്തിയിലും തോന്നുന്ന മാതിരിയുള്ള ആശയങ്ങൾ പ്രചരിപ്പിച്ച് ദൈവജനത്തെ വഴിതെറ്റിക്കുന്ന വേദപണ്ഡിതന്മാരുടെ അറിവില്ലായ്മയും പരിജ്ഞാനക്കുറവും ഓർത്ത് സങ്കടപ്പെടാനല്ലാതെ എന്ന് പറയാം. ഏതായാലും ഞാൻ ഒരു കാര്യം മാത്രം ഇവിടെ സ്ട്രെസ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. യാതൊരു കാരണവശാലും ശബത്ത് ദിനത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ കുറച്ച് കാണരുത്. ദൈവം ഏതെല്ലാം കൽപ്പനകൾ നൽകിയിട്ടുണ്ടോ അതെല്ലാം വിലപ്പെട്ടത് തന്നെയാണ്. 10 കൽപ്പന നമ്മൾ ആദ്യം നമ്മുടെ പ്രാരംഭ ചിന്താവിഷയമായി എടുത്ത തിരുവചന ഭാഗം ദൈവജനത്തിൻ്റെ ഓർമ്മയിലുണ്ടാകുമല്ലോ. അതായത് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യമാണല്ലോ നമ്മൾ മുഖവരിയായി എടുത്തത്. തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ കൊണ്ട് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നു എന്ന് യേശു പറഞ്ഞ വാക്യം. ഈ തിരുവെഴുത്തുകൾ എന്ത് പറഞ്ഞിരിക്കുന്നു, അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ശരിയായ വിധത്തിൽ പരിശുദ്ധാത്മ സഹായത്തോടെ ഗ്രഹിക്കാൻ കഴിയാതെ വരുന്നത് കൊണ്ടാണ് നമുക്ക് തെറ്റുപറ്റുന്നത്, അബദ്ധങ്ങൾ പറ്റുന്നത്. അതുകൊണ്ട് വളരെ വിനയത്തോടെ എൻ്റെ കേൾവിക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളേത് വചനം കേൾക്കുന്നത് നല്ലതാണ്, ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതിനേക്കാളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള തിരുവചനം ബൈബിൾ പ്രാർത്ഥനാപൂർവം വായിച്ച് ധ്യാനിക്കൂ. അത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയം തന്നെയാണ്. പരിശുദ്ധാത്മാവെ ഈ തിരുവചനം വായിക്കുമ്പോൾ ഇതിൽ അന്തർലീനമായിരിക്കുന്ന ആത്മീയ സത്യങ്ങൾ യഥാർത്ഥ തനിമയിൽ, അതിൻ്റെ തനിയായ തനിമയുള്ള അർത്ഥത്തിൽ ഗ്രഹിപ്പാൻ എൻ്റെ ആത്മീയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമെന്ന് ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ച് ഓരോ വാക്കും നിർത്തിശാന്തമായി വായിച്ച് ധ്യാനിച്ചാൽ പരിശുദ്ധാത്മാവ് ഈ തിരുവചനത്തിൻ്റെ പൊരുളും സത്യവും നമുക്ക് ഗ്രഹിപ്പിച്ചു തരുമെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. ചിലതൊക്കെ നമുക്ക് മനസ്സിലാകാതെ വന്നേക്കാം. അങ്ങനെയുള്ളത് അറിവുള്ളവരുമായിട്ട് ബന്ധപ്പെടുകയും സംസാരിക്കുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നത് നല്ലതാണ്. ഏതായാലും ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുക. അപ്പോൾ ദൈവബന്ധിയായ 4 കൽപ്പനകൾ അത് യേശു കർത്താവ് നമ്മളാ പറഞ്ഞ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ തന്നെ പരീക്ഷിക്കാൻ വന്ന ആ വ്യക്തിയോട് ദൈവബന്ധിയായ 4 കൽപ്പന പറഞ്ഞിട്ടില്ല. അതിനുശേഷമുള്ള 6 കൽപ്പനകളാണ് പറഞ്ഞത്. പക്ഷേ ആ 4 കൽപ്പനകൾ ഉറപ്പായും ദൈവവുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളായതുകൊണ്ട് അതിൻ്റെ ഗൗരവത്തോടെ കണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അനർത്ഥമാക്കേണ്ടത് അനിവാര്യമായതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗം ചിന്തിക്കാനിടയായത്. ഈ വചനം ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന എല്ലാവരും ഈ തിരുവചന ഭാഗങ്ങൾ ആഴമായി വീണ്ടും വീണ്ടും വായിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്ത് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം ഏവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ ഭാഗം ഇവിടെ ഉപസംഹരിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം മുതൽ അതിൻ്റെ മറ്റ് 6 കൽപ്പനകളിൽ ആരംഭം മുതൽ പഠിക്കാനും ചിന്തിക്കാനും ദൈവം സഹായിക്കട്ടെ. എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ ശബത്താചരണത്തോടുള്ള ബന്ധത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അത് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ ദൈവം ജനത്തിന് മന്ന കൊടുത്ത വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു വാക്യമാണ്. അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും. ജനം എൻ്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട ഓരോ ദിവസത്തേക്ക് വേണ്ടുന്നത് അന്നന്ന് പൊക്കിക്കൊള്ളണം. അടുത്ത വാക്യം വളരെ ശ്രദ്ധേയമാണ്. എന്നാൽ 6-ാം ദിവസം അവർ കൊണ്ടുവരുന്നത് ഒരുക്കുമ്പോൾ ദിവസം പ്രതി പെറുക്കുന്നതിൻ്റെ ഇരട്ടി കാണും എന്നരുളി ചെയ്തു. ഇവിടെ നോക്കൂ, 6 ദിവസമേ മന്ന കൊടുത്തുള്ളൂ. 7-ാം ദിവസം വെറുതെ മന്ന ഇട്ട് കൊടുക്കണ്ടേ? അതുപോലും ദൈവം സമ്മതിച്ചില്ലെന്ന് ഓർക്കൂ. 6 ദിവസമേ മന്നയും കൊടുത്തുള്ളൂ. 7-ാം ദിവസത്തേക്കുള്ളത് 6-ാം ദിവസം പെറുക്കിക്കോണം. ഇവിടെ ദൈവം പറഞ്ഞ പദം ശ്രദ്ധിക്കൂ. ജനം എൻ്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടത്. ആ പരീക്ഷയിലും ജനം തോറ്റുപോയതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ചിലർ അധികം പെറുക്കിയതൊക്കെ ക്രമിച്ചുപോയി. അതേസമയം
6-ാം ദിവസം കൂടുതൽ പെറുക്കിയത് പിറ്റേ ദിവസത്തേക്ക് പെറുക്കിയതിനൊരു കുഴപ്പവും സംഭവിച്ചുമില്ല. ദൈവം എന്ത് പറയുന്നു അത് അതുപോലെ അനുസരിക്കുന്നതല്ലേ ദൈവജനത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ആ യുക്തിയും ഈ യുക്തിയും പറഞ്ഞ് ദൈവവചനത്തെ കൂട്ടിക്കളയുന്ന എത്ര സങ്കടകരമായ അനുഭവമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണെങ്കിലും ഞാൻ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട് ആ ഭാഗം ഓർക്കാൻ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 17 മുതൽ ചില വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകുന്നത് മാറുകയില്ലെന്ന് യേശുക്രിസ്തു സത്യം ചെയ്ത് പറഞ്ഞിരിക്കുമ്പോൾ അതിനപ്പുറം നമുക്ക് എന്ത് ചിന്തിക്കാനുണ്ടെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ശബത്ത് ദിവസം ദൈവം മന്ന പോലും കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യവും ഗൗരവവും നമ്മൾ ചിന്തിക്കണമല്ലോ. ദൈവം സൃഷ്ടിപ്പിലും 6 ദിവസം സൃഷ്ടിപ്പ് നടത്തി 7-ാം ദിവസം സ്വസ്ഥമായിരുന്ന് ശബത്തിനെ വിശുദ്ധീകരിച്ച ആ ദൈവം തൻ്റെ ജനത്തിന് മന്ന കൊടുത്തപ്പോൾ 6 ദിവസമേ കൊടുത്തുള്ളൂ, 7-ാം ദിവസം അതില്ലായിരുന്നു. അത്ര ഗൗരവമായി കാണുന്ന അതിഗൗരവമേറിയ ഒരു വിഷയമായതുകൊണ്ട് ദൈവജനം ശബത്താചരണത്തിൻ്റെ പ്രാധാന്യം ആത്മാവിൽ പ്രാർത്ഥിച്ച് പഠിച്ച് തിരുവചന വെളിച്ചത്തിൽ ഗ്രഹിച്ച് അത് പ്രാവർത്തികമാക്കണമേ എന്ന് വളരെ വിനയത്തോടെ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.